evening and a warm and hearty welcome to Kairali Oman Health Professionals Awards 2022, presented by Badr Al Sama Group of Hospitals and Polyclinics in association with Sea Pearls Gold and Diamond Oman, Falcon Printers, Shahi Foods and Spices, Lulu Exchange, and Al-Ansab Modern Bakery. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനൽ ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കാൻ അവാർഡ് ഏർപ്പെടുത്തിയത്. കൈരളി TV സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തി ഒട്ടേറെ പരിപാടികൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തുന്നത്. 2015 മുതൽ കൈരളി TV ആതുര സേവന രംഗത്തെ ആരോഗ്യ പ്രവർത്തകരെ അവർ അർഹിക്കുന്ന അംഗീകാരം നൽകി ആദരിക്കുന്നുണ്ട്. കൈരളി TV ചെയർമാനും കൂടിയായ പത്മശ്രീ മമ്മൂട്ടി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മമ്മൂക്കയുടെ പ്രത്യേക താല്പര്യം ഇതിനു പിന്നിലുണ്ട്. പ്രവാസി മലയാളികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ചാനൽ എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ഞങ്ങൾ ഈ അവാർഡ് വ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ വർഷം ദുബായിൽ ആദ്യത്തെ NRI ഹെൽത്ത് പ്രൊഫഷണൽസ് അവാർഡ് ദാന ചടങ്ങ് നടത്തി. ഗൾഫിലെ ആതുര സേവന രംഗത്തെ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി UAE-യിലെ അർഹിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നമ്മൾ അവാർഡ് നൽകി. ഇന്ന് 2 തരത്തിലുള്ള അവാർഡ്സ് ആണ് കൊടുക്കുന്നത്. 5 മികച്ച ഡോക്ടർമാർക്കും 5 നഴ്സുമാർക്കുമാണ് അവാർഡ് നൽകുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒമാനിലെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മിസ്റ്റർ PM ജാബറിനെ കൂടി ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ഒമാനിൽ കൈരളി TV ആരംഭിച്ചത് മുതൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന നിമിഷം വരെ കൈരളി TVയുടെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ജാബറിക്കയാണ്. അത്രത്തോളം ജാബറിക്ക കൈരളി TVക്കും ഒമാനിലെ പൊതുസമൂഹത്തിനും വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിനുള്ള ഒരു ആദരവ് കൂടിയായിട്ടാണ് ഇന്ന് ഈ ചടങ്ങ്. ഇനി കൈരളി ഒമാൻ ഹെൽത്ത് പ്രൊഫഷണൽസ് അവാർഡ്സ് ഔപചാരികമായി തുടക്കം കുറിക്കുന്നതിനായി കൈരളി ഒമാൻ കോർഡിനേറ്റർ മിസ്റ്റർ PM ജാബറിനെ സ്വാഗത പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Mr. Jaber is also the director of Norca Welfare Board of the Kerala government and the Community Welfare Secretary of the Indian Social Club in Muscat. He's a social activist, and as you all are aware, he's popularly known as the People's Champion in Oman. Ladies and gentlemen, let's hear it from Mr. Jaber. Sir, please. പ്രിയമുള്ളവരെ, അത്യധികം സന്തോഷത്തോടു കൂടിയും എക്സൈറ്റ്മെൻറ്റ് ആവേശത്തോടു കൂടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൈരളി ചാനൽ ആരംഭിച്ചപ്പോൾ തൊട്ട് ചാനലുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഇവിടുത്തെ മലയാളികൾ. കൈരളി ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കൈരളിയുടെ ഒരു പരിപാടി കൈരളി ചാനലിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കൈരളിയുടെ ഒരു പെജൻട്രി നടന്നത്. അതിനുശേഷം ഇന്നിവിടെ നടക്കുന്ന പരിപാടിക്ക് ഇത്തരം ഒരു മഹത്തായൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് സേവനം നടത്തുന്ന, നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആദരിക്കാനുള്ള ഒരു ചടങ്ങാണ് കൈരളി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ ഒമാനിൽ ഞാൻ സംസാരിക്കുന്ന അവസാനത്തെ ചടങ്ങ് കൂടെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഇതും കൂടെ എനിക്കുണ്ട്. ഐ ആം ലീവിങ് ദി കൺട്രി സൂൺ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് എല്ലാത്തിലും വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു പരിപാടിയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായിട്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ
കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഡൈനാമിക് മീഡിയ പേഴ്സൺ, ഡൈനാമിക് പാർലമെൻറ്റേറിയൻ എന്ന് പറയാൻ അദ്ദേഹം മാധ്യമപ്രവർത്തനം എത്ര ശക്തനായ മാധ്യമപ്രവർത്തകനാണ്, അതിനേക്കാൾ ശക്തനായിട്ടുള്ള പാർലമെൻറ്റേറിയനാണെന്ന് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകളും ഓരോ പ്രസംഗങ്ങളും ഓരോ പ്രൈവറ്റ് ബില്ലുകളും ഒക്കെ തെളിയിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മുടെ കൈരളിയുടെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ MD ശ്രീ ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെ ഞാൻ വളരെ ഹൃദയപൂർവ്വം ഈ കൈരളിയുടെ അഭ്യുദയകാംക്ഷി മാത്രമല്ല, ജനങ്ങളുടെ മുഴുവൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് നായനാർ വിശേഷിപ്പിച്ചത് ഇന്ത്യക്കാരുടെ യഥാർത്ഥ അംബാസിഡർ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ഗൾഫ് സന്ദർശിച്ച ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കാരുടെ യഥാർത്ഥ അംബാസിഡർ എന്നാണ് ഡോക്ടർ പി മുഹമ്മദിനെ കുറിച്ച്. നിരവധി സ്ഥാപനങ്ങളുടെ മേധാവി, വലിയൊരു മനുഷ്യസ്നേഹി. അദ്ദേഹം നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു, സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്നു. വ്യവസായ രംഗത്ത് അദ്ദേഹം വലിയ നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നു. കേരളത്തിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നായനാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. നായനാർ എന്നാൽ നമുക്കൊക്കെ സുപരിചിതനാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരാൾ. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ ബന്ധമുണ്ട്. അത് ഇന്നത്തെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് കൈരളിയുമായി തുടക്കം തൊട്ട് വലിയ ബന്ധമാണുള്ളത്. കൈരളിയുടെ ആദ്യത്തെ കൈരളിയുടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റും വന്നപ്പോൾ അന്നത്തെ മുഴുവനും സംവിധാനങ്ങളും ഒരുക്കിയിരുന്നത് അദ്ദേഹമാണ്. തുടർന്ന് എല്ലാ കാര്യങ്ങൾക്കും കൈരളി ചാനലിനോടൊപ്പം നിന്നിട്ടുള്ളതാണ്. ഡോക്ടർ പി മുഹമ്മദിലിയെ വളരെ ആദരവോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൈരളി തുടക്കം കുറിക്കുമ്പോൾ ഒരു ടീമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം വന്നത്. അതിൽ ഒരു വളരെ സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അത് എന്നും സുമുഖനായിട്ട് തന്നെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന VK അഷ്റഫ്, കൈരളിയുടെ ഡയറക്ടർ. ഇതിൻ്റെ അന്ന് തൊട്ട് കൈരളിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യക്തി, ഗൾഫിലുടനീളം അറിയപ്പെടുന്ന, ഗൾഫിലുടനീളം വ്യവസായ സ്ഥാപനങ്ങളുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ VK അഷ്റഫ് ഡയറക്ടറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭദ്രസമ എന്ന് പറഞ്ഞാൽ കൈരളിയും ഭദ്രസമയും ഒരേ സമയത്ത് ജനിച്ചതാണെന്ന് ഞാൻ പലപ്പോഴും പറയും. കൈരളി ഉണ്ടായപ്പോൾ, കൈരളി ചാനൽ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഭദ്രസമയം ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ട് ഭദ്രസമയമായിട്ട് വലിയ ബന്ധം ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ 3 ഡയറക്ടർമാരുമായിട്ടും ലത്തീഫ് ഭായ്, മുഹമ്മദ് ഭായ്, വിനോദ് ഭായ്, വളരെ അടുത്ത ബന്ധം. വിനോദ് ഭായ് ഇതിൻ്റെ നമ്മളോടൊപ്പം കൈരളിയുടെ വലിയ രീതിയിൽ കൈരളിയെ സഹായിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും നാട്ടിലാണ്. അതേപോലെ തന്നെയാണ് ഈ മറ്റ് 2 പേരും. ഇന്ന് ഭദ്രസമ എന്ന് പറയുന്നത് ചെറിയ നിലയിൽ തുടങ്ങി വലിയ സ്ഥാപനമായി വളർന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കഠിനാധ്വാനവും ജനങ്ങളോടുള്ള പ്രതിബദ്ധത തന്നെയാണ്. ഇതോട് ഞങ്ങളോട് സഹകരിക്കാൻ മനസ്സ് കാട്ടിയിട്ടുള്ള ഭദ്രസമയോട് നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ലത്തീഫ് ഭായ്, ഇവരെപ്പോഴും ആക്സസിബിളാണ്. ഈ 3 പേരും എപ്പോഴും ആക്സസിബിളാണ്. അതിൽ മോസ്റ്റ് ആക്സസിബിളായിട്ടുള്ള ആൾ കൂടിയാണ് ലത്തീഫ് ഭായ്. അദ്ദേഹം ലോക കേരള സഭയിലേക്കും കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഭദ്രസമയുടെ MDയും ലോക കേരള സഭ അംഗവുമായിട്ടുള്ള ശ്രീ അബ്ദുൽ ലത്തീഫ് ഉപ്പളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആരിഫ് അലി ഒരു ജനകീയ ഡോക്ടർ എന്ന് അറിയപ്പെടുന്നു. വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത പൗരസ്ത്യ ദേശം എന്നുള്ള പുസ്തകം ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുകയും അതിന് ശക്തി അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാൾ. ഇവിടെ IMAയുടെ ഒരു ശാഖ കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു. ഇന്നും ഇവിടെ അവാർഡ് ജേതാക്കളിൽ പലരോടൊപ്പം അതിൻ്റെ ഇതിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നോമിനേഷൻസ് അതൊക്കെ ഇവിടെ പറയുമായിരിക്കും. ഇതിൻ്റെ കാര്യം ആര് ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നത് ഡോക്ടർ ആരിഫ് അലി ആയിരിക്കുന്നത്. കാരണം അത്രയും മാത്രം ഇതിൽ ഇടങ്ങി ചേർന്നിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ആരിഫ് അലി. ഡോക്ടർ ആരിഫ് അലിയെ
ഇതിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ ആരിഫ് അലി കൊളത്തേക്കാരനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ പറയേണ്ടിയിരുന്നത് തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു. കാരണം ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇവർ ചെയ്യുന്ന സേവനം ഇതിൽ തിരഞ്ഞെടുക്കാൻ വലിയ പ്രയാസം തന്നെ നേരിട്ടു. അത്ര വലിയ സേവനം നടത്തുന്ന ആളുകൾ ഈ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അതിപ്പോൾ ഡോക്ടർ ആരിഫ് പറയുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് കുറേയൊക്കെ അറിയുന്നതാണ്. എനിക്കെന്നല്ല, ഒമാനിലെ സമൂഹത്തിന് അറിയുന്ന ആളുകളാണ് നിങ്ങളുടെയൊക്കെ സംഭാവനകൾ. നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ഇന്ന് അവാർഡ് കിട്ടിയിരിക്കും, അതൊക്കെ ഇവിടെ പ്രഖ്യാപിക്കുന്നുള്ള അതിൻ്റെ സസ്പെൻസ് കഷ്ടപ്പെടുത്തുന്ന പേര് പറയുന്നില്ല. ഓരോരുത്തരെയും ഡോക്ടർമാരെയും നഴ്സുമാരെയും കൈരളി ചാനലിൻ്റെയും മെഡിക്കൽ അവാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഔപചാരികമായ ഉദ്ഘാടനത്തിനായി കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ് MP-യുമായ ഡോക്ടർ ജോൺ ബ്രിട്ട സാറിനെ സാദരം ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കോവിഡിന് ശേഷം ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തുചേരാൻ പറ്റുന്നു എന്നുള്ളത്. ഒരു വർഷം മുമ്പ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിങ്ങനെ വീണ്ടും മാസ്ക് ഇല്ലാതെ ഒരു ഹോളിൽ ഒത്തുചേർന്ന് സൗഹൃദവും ഊഷ്മളതയും പങ്കുവെക്കുമെന്ന്. ഒരുപക്ഷെ ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം തന്നെ നമ്മൾ കോവിഡിനെ അതിജീവിച്ചതിൻ്റെ ബാക്കിപത്രം എന്ന നിലയ്ക്കാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 വർഷക്കാലം നമ്മൾ ചിന്തിച്ചത് ഏറ്റവും പ്രധാനമായി നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉറ്റവരും ഉടയവരും നിന്ന നിപ്പിൽ നമ്മളിൽ നിന്ന് വേർപിരിയുമ്പോൾ ഇനി നമുക്ക് എത്ര കാലം കൂടി ആയുസ്സുണ്ട് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലമെന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരകക്കാമ്പാണ്. ആ ഒരു അതിജീവനത്തിൻ്റെ പ്രതിഫലനവും പരിച്ഛേദവും നിലയ്ക്കാണ് നമ്മളെല്ലാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ആരോഗ്യ അവാർഡുകളെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ ഒരു പരിപാടി. കഷ്ടകാലത്ത്, ദുരിതകാലത്ത് നമ്മളെ താങ്ങി നിർത്തി നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്ത ഒരു മേഖലയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേദിയിലുള്ളവരെ കുറിച്ചൊക്കെ ജാബിർ പറഞ്ഞു. ജാബിറിനെ കുറിച്ച് പറഞ്ഞൊരൊറ്റ വാചകമേ ഉള്ളൂ. ഒരുപക്ഷെ ഒമാനിൽ ഇനി അദ്ദേഹം അവസാനമായി സംസാരിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണിതെന്ന്. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് അലി ഞെട്ടി. എന്ത് പറ്റി, ഇനി മിണ്ടാപർവ്വതത്തിലേക്ക് ജാബിർ പോവുകയാണോ, അങ്ങനെ എന്തെങ്കിലും കൽപ്പന കൈരളി പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. പക്ഷേ സമ്മിശ്ര വികാരത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ഭാഗത്തെ ഞാൻ സമീപിക്കുന്നത്. ജാബിർ കൈരളിയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ടുള്ള അവതരണമായിരിക്കും. ഈ മേഖലയിൽ കൈരളിയുടെ എല്ലാമായിരുന്നു ജാബിർ. കൈരളി എന്നുള്ളത് ജാബിറിൻ്റെ പ്രവർത്തന മേഖലയിലെ ഒരു ചെറിയ തലം മാത്രമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരുന്ന സമയത്ത് മമ്മാലിക്ക ചോദിച്ചു, അല്ല ജാബിർ എത്ര കാലമായിട്ട് വന്നിട്ട് എന്നുള്ളത്. ജാബിർ പറഞ്ഞു 41 വർഷം. 41 വർഷത്തെ യൗവനവുമായിട്ടാണ് ജാബിർ ഒരുപക്ഷെ നിശബ്ദത, ഇൻവേർട്ടർ കോമ, നിശബ്ദതയല്ല, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം തൽക്കാലത്തേക്കെങ്കിലും ഒമാനിൽ നിന്ന് മാറ്റാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയാണ്. ഈ ഗൾഫിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമെന്ന് പറയുന്നത് എന്നെങ്കിലും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും.
ഇപ്പം മമ്മാലിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് വ്യവസായ സംരംഭങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ വിശ്വപൗരൻ്റെ പട്ടികയിലാണ് ഡോക്ടർ മുഹമ്മദ് അലി. അപ്പം അദ്ദേഹത്തിന് എങ്ങോട്ട് പോയാലും അതൊരു വീടാണ്, അതൊരു ഭവനമാണ്. പക്ഷെ അതുപോലെ എല്ലാവർക്കും ആകാൻ കഴിയാത്തത് കൊണ്ട് ജാബറും പ്രവർത്തനം കൊണ്ട് ജാബർ ഒരു വിശ്വപൗരനാണെങ്കിൽ പോലും അദ്ദേഹം തൽക്കാലം ഒമാനിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ഈ ഒരു വേദി എന്ന് പറയുന്നത് ആരോഗ്യ അവാർഡുകൾക്കൊപ്പം തന്നെ എൻ്റെ സഹോദരനായ ജാബറിനുള്ള ഒരു യാത്രയയപ്പ് കൂടിയാണ്. അങ്ങനെയാണ് ഈ ഒരു പരിപാടിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി യാത്രയപ്പുകളുടെ ഒരു പ്രളയം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമായിരിക്കും ഇന്നത്തെ ഈ പരിപാടി. ഞാൻ ജാബിറിനെ കാണുന്നത് ഒരു 2 പതിറ്റാണ്ട് മുമ്പാണ്. കൈരളിയുടെ ഭാഗമായ ശേഷം ഒരു 20-21 വർഷം മുമ്പ് മസ്കറ്റിൽ വന്ന സമയത്താണ് ജാബിറുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത്. അതിന് മുമ്പും ജാബിറിനെ എനിക്കറിയാം, ജാബിറിന് എന്നെ അറിയാം. പക്ഷേ ഒരു സൗഹൃദം മുട്ടിടുന്നത് അവിടെയാണ്. ഒമാനിൽ എന്ത് സംഭവിച്ചാലും, ഒരാളെ കാണാനില്ല, ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, എന്ത് സംഭവിച്ചാലും ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു പേരാണ് ജാബർ എന്ന് പറയുന്നത്. അത് എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒമാൻ എന്ന് പറയുമ്പോൾ ജാബർ എന്നുള്ളൊരു സന്നദ്ധ ഭടന്റെ പേരാണ് മുന്നിൽ വരിക. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായ ആണ് മമ്മാലിക്കയുടെ സ്ഥാനം. എന്താ കാരണം എന്ന് വെച്ചാൽ ഒമാന്റെ പരമോന്നത സിവിലിയൻ അവാർഡിന് അർഹനായ മമ്മാലിക്ക. ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തോട് പറയാത്തൊരു കാര്യമുണ്ട്. 2 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം ഇന്നത്തെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. കൈരളിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ്. അന്ന് അദ്ദേഹം ഒരു നോട്ട് ശ്രീ പിണറായി വിജയന് കൊടുത്തു. അപ്പം അദ്ദേഹം അത് മുഴുവൻ വായിച്ച ശേഷം എനിക്ക് തന്നു. ഞാനതിൻ്റെ ഒരു കോപ്പി എടുത്തു വെച്ചു. ആ കോപ്പി ഇന്നും എൻ്റെ അടുത്തുണ്ട്. കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മയുണ്ട്. അതെ, ഇത് 20 വർഷം മുമ്പാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പരതുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഡോക്യുമെൻ്റ് വീണ്ടും എൻ്റെ കിട്ടി. അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നും ഈ മുഹൂർത്തത്തിൽ പോലും പ്രസക്തമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും എന്തിനേറെ നമ്മളൊക്കെ അനുവർത്തിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക തലം മറ്റൊന്നാകുമായിരുന്നു. അത്രത്തോളം ഉൾക്കാഴ്ചയോടെ ദീർഘവീക്ഷണത്തോടെ കേരളത്തോടുള്ള ഒരു ഭ്രമം അല്ലെങ്കിൽ അഭിനിവേശം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സംരംഭകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മനുഷ്യ സ്നേഹത്തിൻ്റെ തലത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പർശം ലഭിക്കാത്ത ഒരാളും ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരാളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എത്ര നിശബ്ദമായിട്ടാണ് അദ്ദേഹം ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ പരിപാടിക്ക് അദ്ദേഹം യഥാർത്ഥത്തിൽ വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ജാബർ എന്നോട് പറഞ്ഞു, ഒന്ന് അദ്ദേഹത്തിനൊരു സന്ദേശം കൊടുക്കണം, നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഒരു ഉന്തും തള്ളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ എന്ന്. ഞാനൊരു സന്ദേശം വിളിച്ചു, അദ്ദേഹം വേറെ എവിടെയായിരുന്നു, സന്ദേശം അയച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം മറുപടി തന്നു, ഞാൻ തീർച്ചയായിട്ടും വരുമെന്നുള്ളത്. അത് കൈരളിയോടും
നമ്മൾ നൽകുന്ന അവാർഡിനോടും ഒമാനോടുമുള്ള സവിശേഷമായിട്ടുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി 3 പേരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിൽ അങ്ങേ തലക്കരിക്കുന്ന ആള് അഷ്റഫിൻ്റെ മോൻ്റെ പ്രായ ഉള്ളൂ തരത്തിൽ. പക്ഷെ കണ്ടാൽ വി കെ അഷ്റഫിനും അദ്ദേഹം തമ്മിൽ വലിയ വ്യത്യാസം. ആരിഫ് അലിയുടെ കാര്യമാണ് പറയണത് കേട്ടാ. അതെ അതെ, എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ മരുമോനാണ്. പക്ഷെ പി ടി ഇപ്പോഴും ആരിഫ് അലിയേക്കാളും ചെറുപ്പമെന്നും പറഞ്ഞ് നടക്കണം, അത് വേറെ കാര്യം. അതെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഡോക്ടറെ. അതെ, ഇപ്പം ഞാൻ പറഞ്ഞത് മമ്മാലിക്ക് അടിവരയിട്ടിരിക്കുകയാണ്, ശരിയല്ലേ? മരുമോനേക്കാളും ചെറുപ്പമാണെന്ന് പറഞ്ഞ് നടക്കണം മൂപ്പർ. അതെ, പി ടിയും ഒരുപക്ഷെ ഒമാൻ്റെ ഭാഗമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് എത്രയോ സന്നദ്ധ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ വിദൂര സ്പർശം ഉണ്ടായിരുന്നു. ഇപ്പം ഡോക്ടർ ആരിഫ് അലിയുടെ നേതൃത്വത്തിൽ ഏതാനും ഡോക്ടർമാരെയും നഴ്സുമാരെയും കണ്ടെത്തിയിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതുവരെയൊക്കെ ആരാണെന്നുള്ളത്. ഞാൻ ജാബറോട് ചോദിച്ചിട്ട് പോലും ആരൊക്കെയായിരിക്കും ഇത് എന്നുള്ളത്. എന്തായാലും ആ ഒരു പ്രവർത്തനത്തിന്, ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ആരിഫ് അലിയോട് എനിക്ക് കടപ്പാടുണ്ട്, കൃതജ്ഞതയുണ്ട്. ലത്തീഫിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലത്തീഫ് വ്യവസായം വളരുന്നതനുസരിച്ച് ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 6 മാസം മുമ്പ് കണ്ട ലത്തീഫല്ല ഇപ്പം. ലത്തീഫ് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലത്തീഫിൻ്റെ മത്സരം മമ്മൂട്ടിയായിട്ടാണെന്ന് സംശയിക്കുന്നുണ്ട്. അതെ അതെ, ഈ ആരോഗ്യ മേഖലയിൽ ഒരുപക്ഷെ ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിനോദൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കൈരളിയുടെ ആവിർഭാവം മുതൽ ഇവരുടെ ഒരു സഹായഹസ്തം വിനോദിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബദൽ സമയുടെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് കരുത്തും ദിശാബോധവും പകരുന്നു. വി കെ അഷ്റഫിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ജാബർ പറഞ്ഞു. സുമുഖനായൊരു ചെറുപ്പക്കാരെന്നു, അങ്ങനെയാണ് ജാബർ പരിചയപ്പെടുത്തി. കൈരളി ടി വിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അത് മാത്രമല്ല, ഡോക്ടർ മുഹമ്മദ് അലിയെ പോലെ തന്നെ വ്യവസായ രംഗത്തും മനുഷ്യാവകാശ, മനുഷ്യ സ്നേഹത്തിൻ്റെ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവരൊക്കെയാണ് ഈ സ്റ്റേജിൻ്റെ ഊർജപ്രവാഹമായിട്ട് നമുക്ക് ചൂണ്ടിക്കാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 2-3 വാചകങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ മാധ്യമരംഗമാണ്. നമുക്കെല്ലാം വലിയ പരാതിയാണ് മാധ്യമ ലോകത്തെക്കുറിച്ച്. ഞാനിവിടെ മാധ്യമ ലോകത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തുകളിലൊന്ന് ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് പറയുകയാണ്. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് കേരളത്തിൻ്റെ വികസനം മുടക്കുന്ന ഈ മാധ്യമങ്ങളുടെ പ്രത്യേക സ്വഭാവമാണ് എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വിവാദങ്ങളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈനിലൊരു ഇൻ്റർവ്യൂ കൊടുത്തു, ഡോക്ടർ മുഹമ്മദ് അലി. ഞാനത് ശ്രദ്ധിച്ച് കേട്ടു മുഴുവൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞു, അതായത് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് കേവലം ഗവൺമെൻറ്റിൻ്റെ മാത്രം ഇനിഷ്യേറ്റീവ് ആകരുത്, ഭരിക്കുന്നവരുടെ മാത്രം ഇനിഷ്യേറ്റീവ് ആകരുത്. അത് ജനങ്ങളുടെ മൊത്തം ഒരു പദ്ധതിയുടെ ഭാഗമായി മാറണം. അത് നടപ്പിലാക്കുന്ന ഒരു ഏജൻസി മാത്രമായിട്ടായിരിക്കണം ഗവൺമെൻറ് മാറേണ്ടത്. അപ്പം എനിക്ക് മനസ്സിലൊരു ചിരിവൊന്നും. എന്താ കാരണം എന്ന് വെച്ചാൽ, വിവാദങ്ങൾ മാത്രം സൃഷ്ടിച്ച് വിവാദങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ഭൂമികയായി നമ്മളെ ചിത്രീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പന്താവിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടോ? പക്ഷെ ഉണ്ടാക്കണം. ഒമാനിലെ റോഡുകൾ മുഴുവൻ പണിതിരിക്കുന്നത് മമ്മലിക്കയാണ്. ഒമാൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഇൻവേർട്ടർ കോമയിൽ. അതൊരു അതിഭാവുകത്വമായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തും അദ്ദേഹം റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്ന സഞ്ചരിക്കാൻ നല്ലൊരു റോഡില്ല. എന്താ കാരണം? നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കി കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ട് വലിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കേന്ദ്രമന്ത്രി ഗഡ്കരിയെ കാണാൻ മുഖ്യമന്ത്രി പോയ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇത്രയും ബുദ്ധിയുള്ള മലയാളികൾ എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി? ഉത്തർപ്രദേശിൽ 5000 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ ഒരു 500 കിലോമീറ്റർ വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് 20 വർഷം കാത്തിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. 2 പതിറ്റാണ്ട് നമ്മൾ ചർച്ച ചെയ്തു, സംവാദം ചെയ്തു, വിവാദം ചെയ്തു നമ്മുടെ ഒരു ദേശീയപാത വികസിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ അത് മുമ്പോട്ട് പോവുകയാണ്. കാസർഗോഡ് നിന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ അമ്മാലിക്ക് വിശ്വസിക്കില്ല, ഒരു എരമ്പല. ഇതൊക്കെ മാറിയോ? നിങ്ങളും അടുത്തിടയ്ക്ക് പോയവരോ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലേ? തിരുവിതാംകൂറില്ല, മലബാറിൽ തുടങ്ങിയിരിക്കുന്നു ഒരു എരമ്പല. നമ്മൾ സഞ്ചരിച്ച വഴികളൊക്കെ മാറിയിരിക്കുന്നു. ഒരുപാട് കെട്ടിടങ്ങളും മരങ്ങളൊക്കെ മുറിച്ച്. എന്തുകൊണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിന് അങ്ങനെ ഒരു രാജപാത ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ലോകവും ഒമാനും ഇന്ത്യയും മാറിയപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചെറിയ കളത്തിലിരുന്നു കൊണ്ട് വിവാദങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടിച്ചു? അതിനാരൊക്കെയാണ് കാരണഭൂതർ? സ്വാഭാവികമായിട്ടും അത് വിലയിരുത്തേണ്ട ഒരു മുഹൂർത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവാദങ്ങളും ചർച്ചകളും മാത്രം നടത്തുക എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ ദൗത്യം. സർഗാത്മകമായി മനുഷ്യന്റെ മറ്റു തലങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ്. കൈരളിയുടെ ചെയർമാൻ മമ്മൂക്ക ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു, മനുഷ്യന് ആവശ്യമുള്ള മേഖലകളിൽ നമ്മൾ ഇടപെടണം. അങ്ങനെയാണ് കൈരളി ആരോഗ്യ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉള്ളവർക്ക് വേണ്ടി ഇന്നോടെക് അവാർഡ്, ഫീനിക്സ് അവാർഡ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ശ്രദ്ധേയമായ നേട്ടം കൊയ്ത ആൾക്കാർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഒരുപക്ഷെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങളുടെ നെറുകയിലേക്ക് പറക്കുന്ന പല മുഹൂർത്തങ്ങളുമുണ്ട്. അവരെയൊക്കെ നമ്മൾ കൈത്താങ്ങ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നേരിടുന്ന 10,000-ങ്ങൾക്കുള്ള ഒരു ദിശാസൂചികയായിട്ട് മാറും. ഇന്ന് മസ്കറ്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇതിവൃത്തത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തിയ, നമുക്ക് പ്രതീക്ഷ നൽകിയ, മുമ്പോട്ട് പോകാൻ നമുക്ക് ദീപം തെളിച്ച വലിയൊരു മേഖലയെ പ്രദാനം ചെയ്യുന്ന 10 പേരെ ഇവിടെ ആദരിക്കുന്നു. ആ 10 പേരെ എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷകളുടെ വിളക്കമാടങ്ങളാണ്. ആ പ്രതീക്ഷകൾക്ക് നമ്മൾ അംഗീകാരം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച, നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തിയ ഒരു മേഖലയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ആ ഒരു അംഗീകാരത്തിൻ്റെ സാക്ഷ്യപത്രത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒത്തുചേരൽ, ഇതൊരു കുടുംബമേളയാണ്, ഈ കുടുംബമേള ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി വിപുലമായ ഒരു ജൂറി തന്നെയാണ് കൈരളി TV കണ്ടെത്തിയിരിക്കുന്നത്. ഈ അവാർഡ് കണ്ടെത്തിയത് ജനങ്ങളാണ്. അതിൽ നിന്നും തികച്ച അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തത് ഈ ജൂറിയാണ്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായും 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനായി ജൂറി ചെയർമാൻ ഡോക്ടർ ആരിഫ് അലിയെ സാദരം ക്ഷണിക്കുന്നു. I take this opportunity to thank Kairali for entrusting us for deciding this medical award.
ഈ ജൂറി കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ആധികാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് എങ്കിൽ പോലും തന്ന പണി വല്ലാത്ത പണിയായിപ്പോയി. കാരണം the best part of this award is, this is a public nomination award. ഇവിടെയുള്ള ഒമാനിലെ അന്തേവാസികളായ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും അവർ അയക്കുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഡോക്ടർമാർക്കും നഴ്സിംഗ് കെയർ സ്റ്റാഫിനുമാണല്ലോ ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു 10 പേരോ 20 പേരോ 30 പേരോ ഒക്കെ ഉണ്ടാവും. ആൻഡ് വി റിസീവ്ഡ് എ ട്രമെൻഡസ് റെസ്പോൺസ് വിത്ത് പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഏതാണ്ട് 200+ നോമിനേഷൻസ്. അപ്പം അതിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അതിൽ 90% ആളുകളെയും ഞാൻ അറിയുന്ന ആളുകളാണ്. അവരുടെ എഫിഷ്യൻസി എന്താണെന്നും അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും അവരുടെ പ്രൊഫഷണൽ എക്സലൻസി എന്താണെന്നും അവരുടെ വീക്ക്നെസ് എന്താണെന്നും സ്ട്രെങ്ത് എന്താണെന്നുമൊക്കെ എനിക്ക് മണി പോലെ അറിയാം. ഒരു 10% ഓഫ് കോഴ്സ് അൺനോൺ ടു മീ ഓർ അൺനോൺ ടു അസ് ദ ജൂറി കമ്മിറ്റി, ബട്ട് വി ഹാവ് ഇനഫ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ അറിയുന്ന ആളുകളിൽ നിന്നും 5 ഡോക്ടർമാരെയും 5 നഴ്സിംഗ് സ്റ്റാഫുകളെയും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹിലാരിയസ് ടാസ്ക്. ആൻഡ് ദർ ഈസ് എ ബിറ്റ് ഓഫ് ഇമോഷൻ ഈസ് ആൾസോ ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. കാരണം നമ്മളൊരാൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ കൺസ്ട്രെയിൻസ്. But we did finally. How we did, I just give you a brief how the jury committee worked to select the best deserving awardees of today. There is a saying from Hippocrates, wherever the art of medicine is loved, there is a love of humanity. And it accompanies an excellence. And excellence is nothing doing ordinary things extraordinarily. അപ്പോൾ ഒരു വശത്ത് ഹ്യൂമാനിറ്റിയും മറുവശത്ത് എക്സലൻസും എന്ന് പറയുന്ന 2 പില്ലേഴ്സ് ഞങ്ങൾ അങ്ങോട്ട് സ്ഥാപിച്ചു. കാരണം ഈ വരുന്ന ടെസ്റ്റിമോണിയൽസിലെല്ലാം ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻ്റ് പറയുന്നു, ഈ ഡോക്ടർ എന്നെ കണ്ടു, എൻ്റെ രോഗം ചികിത്സിച്ചു, എനിക്ക് ഭേദമായി, നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞാൽ for that particular person, that doctor is the best doctor in the world. അങ്ങനെയുള്ള ടെസ്റ്റിമോണിയൽസ് കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു അവാർഡ് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ആൻഡ് എൻ അവാർഡ് ഷുഡ് ബി എ മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി. അതാണല്ലോ അവാർഡിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് ഹ്യൂമാനിറ്റിയും മറുവശത്ത് എക്സലൻസും വെച്ചുകൊണ്ട് ഞങ്ങളൊരു സെലക്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ടാക്കി, അൺബയാസ്ഡ് സെലക്റ്റീവ് ക്രൈറ്റീരിയ. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയ, we are all here as expatriate community. As a doctor, your responsibility doesn't end with the patients sitting in front of you. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സ്റ്റാഫ്, how he or she is communicating with the expatriate world, that makes sense to detect the humanity of that particular person. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ, ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു അർജൻറ്റ് നീഡ് ഉണ്ടായാൽ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സ്റ്റാഫിനെ ഒരു ലജ്ജയും കൂടാതെ ഹെസിറ്റേഷനും കൂടാതെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആൻഡ് ദാറ്റ് മാൻ ഡിസേർവ്സ് ക്രെഡിറ്റ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ acceptability and approachability is one of the criteria that we put. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ മെഡിക്കൽ വേൾഡിലുണ്ട്. ഫിൽട്രേഷൻ നടത്തി കുറേ ആളുകളെ കിട്ടി. പിന്നെ ഞങ്ങൾ നോക്കിയത് how he is or she is interacting with the expatriate community and the social activists and organizations in expatriate community. ഇവിടെ നമുക്കറിയാം ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ലെവലിൽ ഒരുപാട് ചാരിറ്റിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ പ്രശ്നം വന്നാൽ, ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അവർക്കൊരു മെഡിക്കൽ ക്രൈസിസ് വന്നാൽ, അവർ ഏതെങ്കിലും ഒരു ഡോക്ടറെ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫിനെ തേടിയെത്തുന്നു ഉണ്ടെങ്കിൽ
ദാറ്റ് പേഴ്സൺ ഈസ് എ ഹ്യൂമൻ പേഴ്സൺ. കാരണം എല്ലാവരെയും നമ്മൾ അപ്രോച്ച് ചെയ്യില്ല. നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഇവർ ഇതായിരിക്കും. അപ്പോൾ എക്സ്പാർട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ, ഓർഗനൈസേഷന് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാൽ, അവർ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ഏതൊക്കെയാണ് എന്ന് ഞങ്ങളൊന്ന് തീരുമാനിച്ചു. അതിൽ നിന്നും കുറേ പേരെ ഫിൽറ്റേഡ് ഔട്ട്. അങ്ങനെ കുറച്ച് പേരെ കിട്ടി. പിന്നെ നിരന്തരം എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ നോക്കി. ഇപ്പോൾ മെഡിടോക്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാംസ്, അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെൽത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ ഈ കോമൺ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ആളുകൾ. അങ്ങനെ ആറ്റിക്കുറുക്കി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന ഒരു കൺഫർമേഷൻ ടെസ്റ്റ്, ഒരു റെഫറൻസ് പോയിന്റ് ഞങ്ങൾക്ക് കിട്ടി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി വി ഓൾ ഫോട്ട് വിത്ത് സാഴ്സ് കോവിഡ് വൈറസ്. ഈ 2 വർഷക്കാലം ഈ ആളുകൾ എങ്ങനെയായിരുന്നു എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയുമായി ഇൻട്രാക്ട് ചെയ്തിരുന്നത്? ദാറ്റ് ഇസ് എ വെരി ഗുഡ് റെഫറൻസ് പോയിന്റ്. കാരണം ഒരു ക്രൈസിസ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രൈസിസ് ഇൻ ദിസ് സെഞ്ചുറി, മെഡിക്കൽ ക്രൈസിസ്, അവിടെ അവർ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് നോക്കി. ആ സമയത്ത് അവർ കാണിച്ച എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ്, അതാണ് ഞാൻ എക്സലൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ദാറ്റ് വി യൂസ്ഡ് ആസ് എ ലിറ്റ്മസ് ടെസ്റ്റ് ടു കൺഫേം ദിസ് പേഴ്സൺ ഈസ് ഡിസർവിങ് ഫോർ ദി അവാർഡ്. അപ്പം ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സൊക്കെ നോക്കി ഞങ്ങൾ 5 ഡോക്ടർമാരെയും 5 നഴ്സിംഗ് സ്റ്റാഫുകളെയും തിരഞ്ഞെടുത്തു. ആൻഡ് വി ബിലീവ് that we have shown utmost respect and justice to the selection process. ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഡോക്ടർമാരും അതിനുശേഷം അനൗൺസ് ചെയ്യാൻ പോകുന്ന നഴ്സിംഗ് സ്റ്റാഫുകളും അവരുടെ വർക്ക്, ഡെഡിക്കേഷൻ, പ്രൊഫഷണൽ എത്തിക്സ്, ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്, ഇതെല്ലാം ഈ കാലയളവിൽ ഓൾറെഡി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു റിവാർഡ്, അവർക്ക് കൊടുക്കുന്ന ഒരു അപ്രിസിയേഷൻ എത്രയും വലുതായിരിക്കും എന്നുള്ളതും ഈ ജൂറി കമ്മിറ്റിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ബിഫോർ ഡിക്ലെയറിങ്, അവാർഡ് ഈസ് ഓൺലി ആൻ എൻകറേജ്മെൻറ്റ്. ദിസ് ഈസ് നോട്ട് എ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. അങ്ങനെ വിചാരിക്കരുത്. ആൻഡ് ഫോർ എ ഡോക്ടർ, പ്രാക്ടിക്കലി എ പേഴ്സൺ വർക്കിംഗ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്, physical age is only a number, and there is no retirement for a doctor. As far as you are conscious, as far as you are able to communicate with the people, as far as your heart is beating, as far as your lung is breathing, you are keep on serving the people for the betterment of their health. And our retirement starts when we are no more conscious, when we are not in a position to communicate with the people, when our heart stops, when our lungs stop breathing. That means our retirement starts from the caffeine box. അപ്പോൾ അത് നിർത്തരുത്. നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ആസ് എ ടീം we can work for the betterment of expatriate community here. With that short introduction, on behalf of judging committee, I am honored the privilege to declare the awards for the doctors specifically. അത് പറയുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഗ്രൂപ്പിൽപ്പെട്ട വരും ഈ അവാർഡിന് അർഹരായിട്ടുണ്ട് എന്നുള്ളത് ഒരു IMA മെമ്പർ അല്ലെങ്കിൽ IMA കേഡർ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. I'm going to announce the awardees from the doctors group. The first doctor is Dr. Bashir Alikapparambil. Dr. Bashir Alikapparambil,
ഒമാനിലെ ആതുര സേവന രംഗത്തെ ജനകീയ മുഖമാണ് ഡോക്ടർ ബഷീർ അലിക്കപ്പറമ്പിൽ. 2 പതിറ്റാണ്ടിലേറെയുള്ള തന്റെ ജീവിതപാതയിൽ ആയിരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ബഷീർ അലിക്കപ്പറമ്പിൽ എന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടറുടെ പരിശ്രമമുണ്ട്. കോവിഡ് കാലത്ത് ഡോക്ടർ ബഷീർ നടത്തിയ സേവനങ്ങളെ എത്ര ശ്ലാഘിച്ചാലും മതിയാകില്ല. പലതവണ കോവിഡ് ബാധിച്ചെങ്കിലും അത് വകവയ്ക്കാതെ തന്റെ നിസ്വാർത്ഥ സേവനത്തിലൂടെ ഡോക്ടർ ബഷീർ നിരവധി പേരെയാണ് മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. പൊതുസമൂഹത്തിൽ നിരവധി പ്രഭാഷണങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും തന്റെ സാന്നിധ്യം അറിയിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ഒട്ടേറെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്നു ഇദ്ദേഹം. മലപ്പുറം സ്വദേശിയായ ഡോക്ടർ ബഷീർ ബദർ അൽസമ ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിന്റെ മേധാവിയാണ്. And the second award is Dr. Prakash Sadhanandan from Royal Hospital. ഡോക്ടർ പ്രകാശ് സദാനന്ദ് തീവ്രപരിചരണത്തിലും അത്യാസന്ന വിഭാഗത്തിലും സ്തുത്യർഹമായ സേവനത്തിലൂടെ ഒമാനിലെ ഏറ്റവും പരിചയസമ്പന്നനായ ഡോക്ടറാണ് പ്രകാശ് സദാനന്ദ്. 4 നൂറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന പരിചയവും വൈദഗ്ധ്യവും അദ്ദേഹത്തെ സേവന രംഗത്തെ വേറിട്ട വ്യക്തിത്വമാക്കുന്നു. കോവിഡ് മഹാമാരി കാലത്ത് ഒമാനിലെ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പരിചരിച്ച റോയൽ ഹോസ്പിറ്റലിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ 200-ൽ പരം ബെഡ് സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഡോക്ടർ സദാനന്ദന്റെ നേതൃത്വത്തിൽ റോയൽ ഹോസ്പിറ്റലിൽ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അത്യാസന്ന ചികിത്സാ സേവനങ്ങൾക്ക് ഏതു സമയത്തും ആശ്രയിക്കാവുന്ന ഡോക്ടർ സദാനന്ദൻ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയുള്ള ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികളിലും സജീവമാണ്. പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഏറെ ആദരിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ സദാനന്ദൻ. And the third person, we usually name her the Florence Nightingale of expatriate medical community here, the very senior legendary figure Dr. Rajashree Narayanan from Muscat Private Hospital. ഡോക്ടർ രാജശ്രീ നാരായണൻ കുട്ടി ക്യാൻസർ ചികിത്സാ രംഗത്തെ സേവനങ്ങളുടെ പേരിൽ ഏറെ ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് രാജശ്രീ നാരായണൻകുട്ടി. ബർക്കത്ത് അൽനൂർ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. അർബുദത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്തനാർബുദത്തെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണവുമായി ഒമാനിൽ അങ്ങോളം ഇങ്ങോളം രാജശ്രീ നാരായണൻകുട്ടി സജീവമായുണ്ട്. ക്യാൻസർ ചികിത്സാ രംഗത്തെ സേവനങ്ങളുടെ പേരിൽ ഒമാൻ സർക്കാരിന്റേതുൾപ്പെടെ ഒട്ടേറെ ആദരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒമാൻ ക്യാൻസർ അസോസിയേഷന്റെ ഡയറക്ടറും കൂടിയാണ്. ഒമാനിലെ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ സുപരിചിതയായ ഡോക്ടറാണ് രാജശ്രീ നാരായണൻകുട്ടി. സ്തനാർബുദത്തെക്കുറിച്ച് ഒമാനിലും മറ്റു രാജ്യങ്ങളിലുമായി 300-ലേറെ ഇടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളും ശില്പശാലകളുമായി രാജശ്രീ നാരായണൻകുട്ടി തന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാണ്. And the fourth person, the young and dynamic person, and he is the current president of Indian Medical Association here, Dr. Nigel Kuriakos. He is an anesthetist from Sultan Qaboos University Hospital. ഡോക്ടർ നൈജൽ കുര്യാക്കോസ് ഒമാനിൽ ജനിച്ച് ഇവിടെ തന്നെ പഠനം പൂർത്തിയാക്കി ആതുര സേവന മേഖലയിൽ തന്റേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ ഡോക്ടറാണ് നൈജൽ കുര്യാക്കോസ്. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റും ഇന്റൻസീവിസ്റ്റുമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി ഈ യുവ ഡോക്ടർ നടത്തിയ സേവനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശസ്തമായ പ്രബന്ധങ്ങളും ഡോക്ടർ നൈജലിന്റേതായുണ്ട്.
മെഡിക്കൽ കോൺഫറൻസുകളിലെ മുഖ്യ പ്രഭാഷകൻ കൂടിയാണ് നൈജൽ കുര്യാക്കോസ്. ആരോഗ്യ സേവന രംഗത്തെ നിരവധി സംഭാവനകൾക്ക് ക്രിയാത്മകമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഇദ്ദേഹം. കോവിഡ് കാലത്ത് IMAയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയുമായും നോർക്ക റൂട്ട്സുമായും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഡോക്ടർ നൈജൽ കുര്യാക്കോസ്. And the last, calm and silent person, and he never know how to say no to his beneficiaries. Very genuine person, Dr. Anish Rahman, senior internist from Badr Al Sama, Al Khoya. ഡോക്ടർ അനീഷ് ബഷീർ റഹ്മാൻ, അൽഖുവൈർ ബദർസമ ആശുപത്രിയിലെ സീനിയർ ഇന്റേണിസ്റ്റ്. അനുതാപപൂർണമായ പെരുമാറ്റം കൊണ്ട് രോഗികളുടെ ഹൃദയം കീഴടക്കിയ ഡോക്ടറാണ് അനീഷ് ബഷീർ റഹ്മാൻ. തന്നെ തേടിയെത്തുന്ന ഏതൊരാൾക്കും അനീഷ് നൽകുന്ന പരിഗണനയും സേവനങ്ങളും ഈ ഡോക്ടറെ ഏറെ ജനപ്രിയനാക്കി. കോവിഡ് കാലത്ത് അനീഷ് നടത്തിയ സേവനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു. ആതുര സേവനം അർത്ഥപൂർണമാക്കിയ നാമമാണ് ഡോക്ടർ അനീഷിന്റേത്. Congratulations once again to all the incredible doctors who've been felicitated this evening. ഈ അവാർഡ് ഫംഗ്ഷൻ ഒമാനിൽ യാഥാർത്ഥ്യമാക്കിയത് ഒരുപാട് പേരുടെ പിന്തുണ കൊണ്ടാണ്. അവരോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഈ പരിപാടിയുടെ സ്പോൺസർമാരായി നിരവധി പേരുണ്ട്. And we would like to present them with a token of our deepest gratitude and appreciation. May I request once again Dr. John Brittas sir to please present a memento to our esteemed sponsors. Memento സ്വീകരിക്കുവാനായി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ സ്പോൺസേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി Mr. Bilal and Mr. Firasat, Executive Directors of Badr Al Sama Group of Hospitals and Polyclinics. Next, I'd like to invite Dr. Fatima Rinsi of Sea Pearls Gold and Diamond. Can we now please have Mr. K. Surendran from Falcon Printers on the stage, please. Thank you to all our sponsors for your continued support as always. ഇനി നമ്മൾ ഈ അവാർഡ് ഫംഗ്ഷന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും മാതൃകയായ നമ്മുടെ ഒമാനിലെ നഴ്സുമാർക്കുള്ള അവാർഡാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായും രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫാർ മുഹമ്മദ് അലി എന്ന സ്നേഹപൂർവ്വം ഒമാൻ മലയാളീസ് വിളിക്കുന്ന ഡോക്ടർ മുഹമ്മദ് അലി സാറിനെ സാദരം ക്ഷണിക്കുന്നു. മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പെർസുവേഷൻ കൊണ്ടാണ് ഞാനിന്ന് ഈ പരിപാടിക്ക് പങ്കുചേരുവാൻ ഞാനിവിടെ എത്തിയത്. നാളെ ഞാൻ വീണ്ടും യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായി ഇന്നിവിടെ അവാർഡ് കിട്ടിയ ഡോക്ടർമാരോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകത്തിലെല്ലായിടത്തും ഈ കഴിഞ്ഞ 2 വർഷം വലിയ മഹാമാരി കഴിഞ്ഞ ആദ്യത്തെ കൈരളിയുടെ ഒരു പൊതുചടങ്ങാണ് എന്നാണ് ജാബർ പറഞ്ഞത്. ഈ
മഹാമാരി സമയത്ത് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, എല്ലാ കാര്യത്തിലും എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി അവരുടെ കഷ്ടതകൾ കുറയ്ക്കുവാൻ വേണ്ടി വളരെ അധികം അഹോരാത്രം പ്രവർത്തിച്ചു എന്നതിൽ നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. ആസ് ആൻ ഓർഗനൈസേഷൻ കൈരളി വളരെ പണ്ട് മുതൽക്ക് തന്നെ വലിയ മാനുഷിക പ്രവർത്തനം, മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്ന പ്രത്യേകിച്ച് താഴെ തട്ടിൽ കിടക്കുന്ന നമ്മുടെ മലയാളി സഹോദരന്മാർക്ക് വേണ്ടി വളരെയധികം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അതിന് പ്രത്യേകിച്ച് ജാബിർ അതിന് എല്ലാ സമയത്തും എല്ലാ രംഗത്തും എല്ലായിടത്തും മുന്നിൽ നിന്നിരുന്നു. ഇനിയും അത് തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മൾക്ക് ഏതൊരു സമൂഹത്തിനും രാജ്യത്തും ലോകത്തും ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മളുടെ വേണ്ട ശുശ്രൂഷകൾ നൽകാനും ഏത് സമയത്തും അവർ എല്ലായ്പ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളതും, അത് പ്രത്യേകിച്ച് ഇവിടെ നമ്മളുടെ മസ്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബദർസമ പോലെയുള്ള ഹോസ്പിറ്റലിൽ ഈ കോവിഡ് കാലത്ത് പലതവണ ഈ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞാനും പോകാറുണ്ട്. അവിടെ ഞാനും കണ്ടിട്ടുണ്ട് വലിയ ജനപ്പെരുക്കം, ജനങ്ങൾ കൂടുതൽ വരുന്നത്. പക്ഷേ ആ കാര്യത്തെല്ലാം വളരെ കാര്യക്ഷമമായി നമ്മുടെ മലയാളികൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനകരമാണ്. എനിക്കറിയില്ല ഇന്ന് കേരളത്തിൽ നിന്ന് എത്ര ഡോക്ടേഴ്സ് കേരളത്തിൽ നിന്ന് പാസ്സാവുന്നു എന്ന്. പക്ഷെ ഗൂഗിൾ അങ്കിളിനോട് ചോദിച്ചപ്പോൾ 4000 പറഞ്ഞു എന്ന് പറഞ്ഞു. സീറ്റുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ കോവിഡ് സമയത്ത് കഴിഞ്ഞ ലോകസഭാ മീറ്റിങ്ങിൽ അവിടെ പ്രസംഗിച്ച ഒരു ലേഡി 3600 ഡോക്ടേഴ്സും, പക്ഷെ അവർ ചെലവ് ചെയ്യുന്നത് 36,000 കോടി രൂപയും എന്നുള്ളൊരു കണക്കാണ് LKSൽ പറഞ്ഞത്. കാരണം നമ്മുടെ കേരളത്തിൽ മതിയായ മെഡിക്കൽ സീറ്റുകൾ ഇല്ല. അതുകൊണ്ട് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലേക്ക് പഠിക്കാൻ പോകുന്നതുണ്ട്. ഇന്ന് നമ്മളുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ 2-3 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആയിട്ടുള്ളൂ. നമ്മളുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും അത് ഒരു PPP മോഡൽ, അതൊരു മെഡിക്കൽ കോളേജായി ആക്കി ഉയർത്തുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കൈരളി TVയെ പറ്റി പറഞ്ഞു. അത് ഫോർമേഷൻ്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു. അന്നത്തെ പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു പങ്ക് എനിക്കുമുണ്ട്. പിന്നെ കൈരളി ഒമാനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വളരെയധികം നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി. ഇതിൽ ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ ഈ വേദിയിൽ കൈരളിയുടെ ആദ്യത്തെ പരിപാടിയിലാണ് ഞാൻ ഇത് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 2000-ന്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു, ജാബർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പട്ടിണി കിടക്കുന്ന മലയാളികളുണ്ട്, നാട്ടിൽ
പോകാൻ പറ്റാത്ത കുറേയധികം മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചു എന്തോരം ആൾക്കാരുണ്ടാവും. പറഞ്ഞു സാബിർ പറഞ്ഞു 10,000-10,000 ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വിത്തിൻ 10 days അവർക്ക് യാതൊരു പിഴയുമില്ലാതെ നാട്ടിലേക്ക് പോകാനുള്ള അനുവാദം ഉടനെ മേടിച്ചു കൊടുത്തു. ജാബിറാണ് അതിന് എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും മുന്നിൽ നിന്നതൊക്കെ. പക്ഷെ അനുവാദം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കിട്ടി. ഈ ഏതൊരു നല്ല ഒരു പ്രവർത്തനത്തിനും അതിനൊരു ടീം വർക്ക് ഉണ്ടാവും. അങ്ങനെ ആ ടീം സ്പിരിറ്റോടുകൂടി പ്രവർത്തിച്ച ഇവിടുത്തെ മെഡിക്കൽ പ്രൊഫഷനോട് നമ്മൾ ഇവിടെയുള്ള എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ പേര് ഷീലമ്മ ചാണ്ടി. ഷീലാമ്മ ചാണ്ടി സ്വദേശികളെന്നോ വിദേശികളെന്നോ ഭേദമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാണ് ഷീലാമ്മ ചാണ്ടി. സർക്കാർ മേഖലയിലെ സോഹാർ ആശുപത്രിയിൽ കഴിഞ്ഞ 26 വർഷമായി സ്റ്റാഫ് നഴ്സായി സേവനമനുഷ്ഠിക്കുകയാണ് ഷീലാമ്മ ചാണ്ടി. മുംബൈയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അവിടുത്തെ പ്രമുഖ ആശുപത്രികളിൽ ജോലി ചെയ്ത അനുഭവങ്ങൾ ഷീലാമ്മ ചാണ്ടിക്ക് ഒമാനിൽ നഴ്സിംഗ് സേവന രംഗത്ത് മുതൽക്കൂട്ടായി മാറി. ഭാഷാ പ്രാവീണ്യവും വൈദഗ്ധ്യവും ഇവരുടെ സേവന മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി. ഒമാനിലെ ജനവാസ കേന്ദ്രമായ സോഹാറിൽ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ ഏവർക്കും സുപരിചിതയാണ് ഈ പാലാ സ്വദേശിനി. പേര് ബിനു വി ജോസ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ബിനു വി ജോസ് ഒമാൻ സർക്കാരിന് കീഴിലുള്ള പ്രശസ്തമായ കോല ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെ ലേബർ ക്യാമ്പുകളിലും മറ്റിടങ്ങളിലും അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി മെഡിക്കൽ സഹായം എത്തിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു ബിനു വി ജോസ്. വ്യക്തിപരമായി ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ആതുര സേവന രംഗത്ത് വിശ്രമമില്ലാതെ ബിനു വി ജോസ് നിറഞ്ഞു നിൽക്കുന്നു. ചെന്നൈയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഈ തൊടുപുഴ സ്വദേശി ഒമാനിലെ സുമായിൽ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോല ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫ് നഴ്സായ ബിനു വി ജോസ് നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. മൂന്നാമത്തത് സുരകുമാരി പ്രമോദ്. സുരകുമാരി പ്രമോദ് നഴ്സിംഗ് എന്നത് ഒരു ജോലി എന്നതിനപ്പുറം ഉറവ പറ്റാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടിയാണെന്ന് തെളിയിച്ച ആരോഗ്യ പ്രവർത്തകയാണ് സുരകുമാരി പ്രമോദ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഈ സ്റ്റാഫ് നഴ്സ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി രോഗികൾക്ക് ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും മറ്റൊരു നാമമാണ്. ആശുപത്രി ചെലവുകൾ കണ്ടെത്താനാകാതെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാകുന്ന രോഗികൾക്ക് എല്ലാ രീതിയിലും ആവശ്യമായ സഹായം എത്തിക്കാൻ സുരകുമാരി നേതൃത്വം നൽകുന്നു. രോഗികൾക്ക് മാത്രമല്ല അവരുടെ ബന്ധുക്കൾക്കും ആത്മവിശ്വാസം പകരാനും സുരകുമാരി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സുരാ സിസ്റ്റർ എന്ന് സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്ന സുരകുമാരി പ്രമോദ് പത്തനംതിട്ട റാന്നി സ്വദേശിനിയാണ്.
അഞ്ചാമത്തേത് മിസ് ജെറിൻ കെ തോമസ്. ജെറിൻ കെ തോമസ് ഏറെ ശ്രദ്ധയും കരുതലും വേണ്ടിവരുന്ന അത്യാഹിത വിഭാഗത്തിൽ തന്റെ പ്രവർത്തന പരിചയവും വൈദഗ്ധ്യവും കൊണ്ട് ഏവരുടെയും ആദരവ് പിടിച്ചുപറ്റിയ നഴ്സാണ് ജെറിൻ കെ തോമസ്. ഹൈദരാബാദിൽ പഠനം പൂർത്തിയാക്കി അവിടെ തന്നെയുള്ള ഒരു പ്രമുഖ ആശുപത്രിയിൽ അത്യാസന്ന വിഭാഗത്തിൽ ജോലി ചെയ്ത അനുഭവവുമായാണ് ഒരു വ്യാഴവട്ട കാലം മുൻപ് ജെറിൻ കെ തോമസ് ഒമാനിലെത്തിയത്. ഒമാനിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ബദർ അൽസമ ആശുപത്രിയിൽ സേവനം ആരംഭിച്ച ജെറിൻ കെ തോമസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും പ്രിയങ്കരിയായി മാറി. അൽകുവൈർ ബദർ അൽസമ ആശുപത്രിയിൽ നഴ്സിംഗ് ഡയറക്ടറായി തന്റെ നിസ്വാർത്ഥ സേവനം തുടരുകയാണ് ജെറിൻ കെ തോമസ്. അഞ്ചാമത്തേത് മിസ് ഫൗസിയ ഇസ്മായിൽ. ഫൗസിയ ഇസ്മായിൽ ത്യാഗപൂർണമായ സേവനങ്ങളിലൂടെ രോഗികൾക്ക് സാന്ത്വനമാവുകയാണ് ഫൗസിയ ഇസ്മായിൽ എന്ന ഈ ആരോഗ്യ പ്രവർത്തക. ഒമാൻ സർക്കാരിന് കീഴിലുള്ള അൽനാദ ഹോസ്പിറ്റലിൽ ഫീമെയിൽ മെഡിക്കൽ വാർഡിലെ സ്റ്റാഫ് നഴ്സായി പ്രവർത്തിക്കുകയാണ് ഈ കോട്ടയം സ്വദേശിനി. കേരളത്തിൽ നഴ്സിംഗ് ട്യൂട്ടറായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത് ഒമാനിലെ തന്റെ ആരോഗ്യ പ്രവർത്തകർക്ക് പകരുന്നതിലൂടെ അവർക്ക് സേവന മേഖലയിൽ കൂടുതൽ പ്രചോദനമാകാൻ ഫൗസിയ ഇസ്മായിലിന് കഴിയുന്നു. കോവിഡ് കാലത്ത് ഫൗസിയ ഇസ്മായിൽ നടത്തിയ സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. Huge congratulations going out to all the winners. Ladies and gentlemen, please put your hands together and give them all a thunderous round of applause. Thank you. Now, this event was made possible only with the tremendous support of our sponsors, and we, of course, owe them our deepest gratitude. Now, I request Dr. John Britta, sir, to please present a memento to our esteemed sponsors. I'd like to call upon our sponsors, Mr. Nahas Abdul Qadir, Administration Manager of Shahi Foods and Spices LLC. Next, can we please have Mr. Abdul Nasser, Area Manager of Lulu Exchange Oman, please. Now let me invite Mrs. Pinku Anil Kumar from Al Ansab Modern Bakery onto the stage, please. Thank you once again to all our sponsors for this evening. ആശംസാ പ്രസംഗത്തിനായി ഒമാനിലെ ആതുര സേവന രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനമായ ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ MD മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MP-യും കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ട സർ, അതുപോലെ VK അഷ്റഫ് ക, ജാബർക്ക പറഞ്ഞ പോലെ ഒമാനിലെ വിദേശികളുടെ, മലയാളികളെ മാത്രമല്ല സ്വകാര്യ അഹങ്കാരമായ, ഞാൻ എല്ലാ കാര്യത്തിനും ഉപദേശം തേടുന്ന, ഞാനൊരു ഗോഡ് ഫാദർ പോലെ കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ ഡോക്ടർ ആരിഫ് എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ പഴയ നമ്മളൊന്നിച്ചായിരുന്നു, നമ്മളൊക്കെ പ്രദർശനയിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട ജാബർക്ക, അതുപോലെ ഇന്നത്തെ അവാർഡ് വിന്നേഴ്സായ ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സുമാർ, പ്രിയപ്പെട്ടവരെ. വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല, കാരണം ജോൺ ബ്രിട്ട സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് പിന്നെ ഒരു എനർജറ്റിക്കാണ്, ഇങ്ങനെ മൂപ്പര് ഒരു ചിരിയുണ്ട്, പിന്നെ ആ വാക്കുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കയ്യിലെടുക്കും ഫ്രം ദി ബിഗിനിങ്. ഞാൻ നോക്കി പഠിക്കുകയാണ് മൂപ്പര് പല കാര്യങ്ങളും. ഞാൻ ചിലപ്പോൾ കോപ്പി അടിക്കലുണ്ട്, എങ്ങനെയാണ് ആളിങ്ങനെ കയ്യിലെടുക്കുക എന്നുള്ളത്. അതൊരു ആർട്ട് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും റിയലി അപ്രീഷിയേറ്റ് സർ. അപ്പോൾ ഇന്നത്തെ ഒരു ശരിക്കും അർഹമായ ഒരു അർഹിക്കുന്ന ഒരു അവാർഡാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. സത്യത്തിൽ
അതായത് ഈ കോവിഡ് സമയത്തൊക്കെ അതായത് ജനങ്ങളും പേഷ്യൻറ്റും ഡോക്ടർമാരും പകച്ചു നിൽക്കുന്ന ആ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അതായത് ഒരു പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊന്നും ഇറക്കിയിരുന്നില്ല അന്ന്. ആ സമയത്ത് വരെ ആ രോഗികളെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി അവർക്ക് പരിചരണവും ശുശ്രൂഷയും നൽകിയ നമ്മുടെ ഈ പ്രിയപ്പെട്ട ഡോക്ടർമാർ, ഈ അവരെ കൂടെ നിന്ന നഴ്സുമാർ, അപ്പോൾ അവർക്ക് ഈ ഒരു അവാർഡ് പോരാ, ഇതിനേക്കാളും വലിയ അവാർഡ് അവർക്ക് സത്യത്തിൽ അവർ അർഹിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതെനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. എന്നിരുന്നാലും അവരെ കൈരളി ആദരിക്കാൻ കാണിച്ച ഇതിനെ വളരെ കൈരളി അഭിനന്ദിക്കുവാൻ സത്യത്തിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അറിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൈരളി ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞ പോലെ പാവപ്പെട്ടവരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഒരു ചാനലുമാണ് കൈരളി. പക്ഷേ ഇത് ശരിക്കും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. മുഹമ്മദ് അലി സാഹിബിനറിയാം, അന്ന് കോവിഡിൻ്റെ തുടക്ക സമയത്തിലൊക്കെ എംബസീൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും എല്ലാ ആഴ്ചയും. അപ്പോൾ അതിൽ മുഹമ്മദ് അലി സാഹിബുണ്ട്, ഞാനും ഉണ്ട്, അംബാസഡർ നേതൃത്വത്തിൽ എല്ലാ വീക്കിലും ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാം നമ്മളൊരു വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരാണ് മുമ്പിൽ നിന്ന് എല്ലാം ചെയ്തത്. മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ഒരു 1 year ബാക്ക് ടു ലൈഫ് എന്നുള്ളൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടന്ന കോവിഡ് സമയത്ത് മരണവുമായി മല്ലിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ബാക്ക് ടു ലൈഫ് എന്നുള്ള ഓരോ ബ്രാഞ്ചിലും ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ കരച്ചിലായിരുന്നു. എല്ലാവരും അതായത് ഓരോന്ന് ആൾക്കാർ വന്ന് അവരെ അനുഭവം പറഞ്ഞു. ഒരു കുട്ടീനെയും കൊണ്ടുവന്ന ഒരു ലേഡി ബഷീർ ഡോക്ടറെ കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ല. 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് വെന്റിലേറ്ററിൽ കയറുന്നത്. അപ്പോൾ ചിലപ്പോൾ പടച്ചോനെ വിചാരിച്ച് ദ്വാരക്കുമ്പോഴാണ് ഈ പടച്ചോൻ്റെ കോലത്തിൽ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ ദൈവത്തിനെ വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കൽ. അപ്പോൾ ദൈവത്തിന് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റൂല. അപ്പോൾ ആ ദൈവം വരുന്നത് ചിലപ്പോൾ ഡോക്ടറെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അതുപോലെ തന്നെ നേഴ്സുമാർ അവരും ഒരു മാലാഖ പോലെയാണ് അവർ ഈ പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ ഇറങ്ങിയെത്തുന്നത്. ആ അനുഭവം സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം ടച്ചിങ് ആയിരുന്നു. എല്ലാവരും കരച്ചിലായിരുന്നു. അതായത് 60 വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻറ്റ് മരണത്തിൻ്റെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന നമ്മൾ അവിടുന്ന് അങ്ങനത്തെ ഓരോ ബ്രാഞ്ചിലും നടത്തിയിരുന്നു. അന്നത്തെ എല്ലാം അനുഭവം ശരിക്കുമുള്ളതാണ്. ബഷീർ ഡോക്ടർക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇന്നത്തെ 5 അവാർഡ് വിന്നറായ ഡോക്ടർമാരിൽ 2 പേര് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡോക്ടർമാരാണ്. അവർ തീർച്ചയായും അറിയിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾ അവർക്ക് ഓൾറെഡി അവാർഡ് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതായത് ബഷീർ ഡോക്ടർക്ക് മൂപ്പർക്ക് കോവിഡ് പിടിച്ച സമയത്ത് വരെ 3-4 ദിവസം കഴിഞ്ഞ് PP കിട്ടിയിട്ട് വന്ന് 2 മണിക്ക് പേഷ്യൻറ്റിൻ്റെ ഫയൽ ചെക്ക് ചെയ്യുന്ന ആളായിരുന്നു മൂപ്പര് കോവിഡായി കിടക്കുമ്പോൾ. ബിക്കോസ് ആ പേഷ്യൻറ്റിനെയും കൂടി നോക്കണമല്ലോ. അതുപോലെ ഞാൻ കോവിഡ് വിക്റ്റിമാണ്. എന്നെ ശുശ്രൂഷിച്ചതും ഡോക്ടർ ബഷീറൊക്കെയാണ്. അപ്പം അത് അറിയാം, ടച്ച്, വി ക്യാൻ ഫീൽ ഇറ്റ്, എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ നേഴ്സുമാർ, അവർക്ക് ഈ ചെറിയൊരു അവാർഡൊന്നും പോരാ. കാരണം എന്താ പറയുക, അവർ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വ്രണമുള്ള പേഷ്യൻ്റ് ചിലപ്പോൾ നമുക്കൊന്ന് അടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ അടുത്തോട്ട്. അപ്പോൾ അവരെ വ്രണം കഴുകി, ഇവർക്കൊരു ഉളുപ്പും ഒരു മടിയൊന്നുമില്ലല്ലോ, എടുത്ത് കയ്യിൽ വെച്ച് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതാക്കി ഇഞ്ചക്ഷൻ കൊടുത്ത് അവരെ പരിചരിച്ച് ബാത്റൂമിൽ കൊണ്ടുവന്ന് ടോയ്ലറ്റ് കൊണ്ട്, ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ. ഞാൻ അവരുടെ അടുത്ത് പറയലുണ്ട്, അതായത് ഏറ്റവും നല്ല പ്രൊഫഷനിലൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് പ്രൊഫഷൻ. കാരണം ഞാൻ പറയും, നിങ്ങൾക്ക് 2 ബെനിഫിറ്റാണ്. ഒന്ന്, നിങ്ങൾക്ക് സാലറി കിട്ടും, പ്രൊഫഷനാണ്. 2, നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് ഈ നഴ്സിംഗ് പ്രൊഫഷൻ. അപ്പോൾ അവർക്ക് ഈ കൈരളി TV ഇങ്ങനെ ഒരു അവാർഡ് സംഘടിപ്പിച്ചതിൽ ശരിക്കും കൈരളി TVനെ അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഡോക്ടർമാർക്ക് വേണ്ടി, എല്ലാ നഴ്സുമാർക്ക് വേണ്ടി, ഹോസ്പിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങളോടുള്ള കടപ്പാട്, കൈരളിയോടുള്ള കടപ്പാട് ഇവിടെ അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഇന്നത്തെ ഈ ഫംഗ്ഷന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങിലേക്കാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒമാനിലെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ജാബിറക്കയുടേത്.
കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾ എവിടെയുണ്ടോ അവിടെ ജാബിറക്കയുടെ സാന്നിധ്യമുണ്ട്. I personally know that he has helped numerous people in need through his tireless and selfless dedication and commitment to social upliftment. And also, Kairali TV തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കൂടെ എന്നും നെടുന്തൂങ്ങായി നിലകൊണ്ട ജാബിറക്കയെ നമ്മൾ ഇന്ന് പ്രത്യേക ആദരവ് നൽകി ആദരിക്കുന്നു. ആകാശത്തിന്റെ അനന്തതകളിൽ നിന്ന് അപ്പോൾ ജാബിറിനെ പോലെ ഒരു നക്ഷത്രം ഉദിക്കുന്നു. അത് അശരണന് അഭയമാകുന്നു. അയാൾ ആർദ്രമായ ആ ശബ്ദം കേൾക്കുന്നു, കരയരുത്, ഞാൻ വരുന്നു നിന്നരികിലേക്ക്. PM ജാബിറിന്റെ അനുഭവങ്ങളടങ്ങിയ ആമുഖമില്ലാത്ത അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ എഴുതിയ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 4 പതിറ്റാണ്ട് മുൻപ് പ്രവാസ ജീവിതം ആരംഭിച്ച തലശ്ശേരി മാളിയക്കൽ കുടുംബാംഗമായ PM ജാബിറിന് പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും അന്നും ഇന്നും മാറി നിൽക്കാനാവില്ല. 1988 ഒമാനിൽ കൈരളി സംഘടന ആരംഭിച്ചതു മുതൽ PM ജാബിർ ഇടപെടാത്ത കണ്ണീർ വഴികളില്ല, എത്തിപ്പെടാത്ത പ്രദേശങ്ങളില്ല, നീതിക്കായി കലഹിക്കാത്ത അധികാര സ്ഥാനങ്ങളില്ല. ഒമാനിൽ മരണമടഞ്ഞ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് PM ജാബിർ മുൻകൈയെടുത്തിട്ടുണ്ട്. സങ്കീർണമായ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, ഗാർഹിക തൊഴിലാളികളുടെ വിഷയങ്ങൾ, പൊതുമാപ്പുകൾ, ജീവിതം വഴിമുട്ടിയവർക്ക് ഒരു സാന്ത്വനം, എംബസിയിലെ ഓപ്പൺ ഹൗസുകൾ. പലരും ജിന്നി എന്ന് വിശേഷിപ്പിക്കുന്ന PM ജാബിറിന്റെ ജീവിതം ഇതൊക്കെ ചേർന്നതാണ്. പ്രവാസികളുടെ എണ്ണിയാലൊടുങ്ങാത്ത പ്രയാസങ്ങളൊക്കെ തന്നെയും തന്റെയും പ്രയാസമായി ഏറ്റെടുത്തു ജാബിർ. ഒമാനിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായിരുന്ന ONICയിലാണ് PM ജാബിർ ജോലി ആരംഭിക്കുന്നത്. നീണ്ടകാലത്തെ സേവനത്തിന് ശേഷം സലാം ഇൻഷുറൻസിൽ നിന്ന് PM ജാബിർ തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു. കൈരളി ചാനൽ ആരംഭിച്ചതു മുതൽ ഇന്നോളം വരെ ഒമാനിൽ കൈരളി TVയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ നേതൃത്വം കൊടുക്കാൻ ജാബിർ കൂടെയുണ്ട്. 10,000-കണക്കിന് മലയാളികൾക്ക് മാത്രമല്ല, വിവിധ രാജ്യക്കാരായ അനേകം പേർക്കും ജാബിറിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഏത് പാതിരാവിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഫോൺ വിളി തന്നെ തേടിയെത്തുമെന്ന് ജാബിറിനറിയാം. ജാബിർ എന്ന പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ ബോധവും മുറുകെ പിടിക്കുന്നു എന്നും പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്ന PM ജാബിർ. സഹധർമ്മിണി ഷഹനാസും ജാബിറിന്റെ പൊതുപ്രവർത്തനങ്ങളോട് ഒപ്പമുണ്ട്. കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം, ലോക കേരള സഭാംഗം എന്നീ ചുമതലകളും PM ജാബിർ വഹിക്കുന്നു. പ്രിയപ്പെട്ട ജാബിർ, നിറഞ്ഞ സ്നേഹം മാത്രമാണ് നിങ്ങളുടെ കരുതലിന് പകരം നൽകാനുള്ളത്. ജാബിറയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു സ്നേഹോപകാരം നൽകാനായി ശ്രീ ജോൺ ബ്രിട്ടർ സാറിനെ ക്ഷണിക്കുന്നു. Share his thoughts with us at this moment. എനിക്ക് വാസ്തവത്തിൽ ഇതൊരു ഹാഫ് സർപ്രൈസാണ്. ഹാഫ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയോ ഒപ്പിക്കുന്ന കാര്യം എനിക്കറിയാമായിരുന്നു ജമാല്. പിന്നെ മൂപ്പര് ഉച്ചക്ക് വന്നപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പം എനിക്കൊരു ഇത് കിട്ടി, എന്തോ ഒപ്പിച്ചിട്ടുണ്ട് കാര്യമായിട്ട് നമ്മുടെ JB എന്നുള്ളത് എന്തൊക്കെയോ ഉണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതാണെന്നുള്ള വലിയ താങ്ക് യു എന്ന് ഇങ്ങനെ അതിന് നന്ദി പറയണമെന്നറിയില്ല. കാരണം ഇവിടെ എല്ലാവരെയും കണ്ട് യാത്ര ഒഴിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഇതിലും നല്ലൊരു വേദിയില്ല പലതുകൊണ്ടും. കാരണം ഞാൻ കൈരളി ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൈരളി ജാബിറാണ്. കൈരളി സംഘടനയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്നെ എല്ലാവരും അറിഞ്ഞത്. പിന്നെ കൈരളി ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം മലയാളം കമ്മ്യൂണിക്കേഷൻസിനായിരുന്നു, മലയാളം ചാനൽ എന്നായിരുന്നു. പിന്നീട് കൈരളി ആയപ്പോൾ വലിയ രീതിയിൽ കൈരളി എന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങി. 89 മുതൽ കൈരളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, കൈരളി സംഘടനയുമായിട്ട്. എൻ്റെ ജീവിതത്തെ തൊട്ട എല്ലാവരും ഉണ്ട് ഇങ്ങനെ. അതുകൊണ്ടൊരു പ്രത്യേകത ഇന്നത്തെ ചടങ്ങുകളിൽ ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ മമ്മാലിക്ക പറയുണ്ടായി, ഞാൻ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഗൾഫാറിൻ്റെ റൂബിയിലുള്ള ഓഫീസിൽ എൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്ത ആളായിരുന്നു. അവിടെ പോയിട്ടുള്ളതാണ്. അന്ന് മുതൽ അദ്ദേഹത്തെ പരിചയമുണ്ട്. എന്നെ പല രീതിയിലും, എന്നല്ല സമൂഹത്തിന്, എന്നെ വ്യക്തിപരമായിട്ട് സമൂഹത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഏറ്റവും വലിയ സഹായം ചെയ്ത് അദ്ദേഹം തന്നെ പറഞ്ഞു. അതൊരു ഞാൻ സ്വയം ക്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആയിരക്കണക്കിന് പ്രവാസികൾ രേഖകളില്ലാത്ത താമസിക്കുന്നുണ്ട് എന്നുള്ള വിഷയം അറിഞ്ഞപ്പോൾ 99 അവസാനം
ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കുകയും രേഖകൾ അവരെക്കുറിച്ചുള്ള ഡാറ്റയും ഉണ്ടായിട്ട് ഇദ്ദേഹത്തോട് അന്നത്തെ ഇന്ത്യ ഹൗസിൽ വെച്ചുള്ള ഇതിലാണ് പറഞ്ഞ് ആർ യു ഷുവർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഷുവർ. അങ്ങനെ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഡാറ്റ കൊടുത്തു. ഡാറ്റ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ സാധിച്ചു വന്നു. അതിപ്പോൾ ഇവിടെ സത്യം തന്നെ പറയല്ലേ, 27,000 പേരാണ് അന്നത്തെ ആദ്യത്തെ പൊതുമാപ്പിൽ പോയിട്ടുള്ളത്. അന്ന് ഞങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതിനൊപ്പം അത് കഴിഞ്ഞ് 2005 ഞാൻ പറഞ്ഞ് ഉമ്മാരിക്ക് ഇനിയുണ്ട് കുറേ ആളുകൾ, ഇനിയും കുറേ ആളുണ്ട്, അവർ 10-15 ആളുണ്ട്. ഓക്കെ, യു പ്രിപ്പയർ എ ലിസ്റ്റ്. 2006 അപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഓപ്പൺ ഹൗസ് തുടങ്ങിയിരുന്നു, പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ വീണ്ടും സഹായിച്ചു. 2010 വീണ്ടും പോയപ്പോൾ പറഞ്ഞു ജാബിറിന് ഇത് മാത്രമേ പണിയുള്ളൂ, ഇങ്ങനെ ഇനിയുണ്ട് ആളുകൾ, എല്ലാവർക്കും ഒറ്റയടിക്ക് പോകുന്നതിന് എന്താണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ളതാണ് സാധാരണ പ്രശ്നം. നിരവധി അദ്ദേഹം ഒരു പക്ഷേ പറയാൻ ഇഷ്ടപ്പെടാത്ത നിരവധി തവണ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിരവധി തവണ ജനങ്ങളുടെ വിഷയമായിട്ട്. ഒരു തവണ പത്രത്തിലൊരു വാർത്ത വന്നപ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നപ്പോൾ അതുപോലുള്ള ആളുകൾ, കൈരളിയുടെ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ, നിരവധി എൻ്റെ പഴയ സഹപ്രവർത്തകർ ഇപ്പോൾ നിലവിലുള്ള ആളുകൾ, കേരള വിഭാഗം തുടങ്ങുമ്പോണ്ടായിരുന്ന സിതാറിനൊക്കെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിന്. അപ്പോൾ അങ്ങനെ പഴയ ആളുകൾ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് എന്നെ ഞാനാക്കുന്നതിൽ വലിയ പങ്ക് വെച്ചിട്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ സാരഥി ബാബു ഏട്ടൻ, എനിക്ക് കേരള വിഭാഗം രൂപീകരിക്കുന്നതിൽ നിൻ്റെ പ്രവർത്തനത്തിന് കേരള വിഭാഗം എന്ന് പറയുന്ന സംഘടന ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഈ ബാബുട്ടനും ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ബാക്കി എൻ്റെ സഹപ്രവർത്തകർ, ബാക്കി ഇങ്ങനെ ഈ ഡോക്ടർമാർ, ലത്തീഫ് ഭായ് പറഞ്ഞല്ലോ, ഇവർ 3 ഡയറക്ടർമാരുണ്ടാകുക. ഇവരുടെ ഡിസ്കൗണ്ടിന് വേണ്ടി ആദ്യം ലത്തീഫ് ഭായിൻ്റെ അടുത്ത് പോകും, പിറ്റേ ദിവസം ലത്തീഫ് ഭായിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഉടനെ മുഹമ്മദ് ഭായിൻ്റെ അടുത്ത് പോകും, അതിൻ്റെ പിന്നെ ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിനോദ് ഭായിൻ്റെ അടുത്ത്. ഇങ്ങനെ നിരന്തരം എന്ന രീതിയിൽ അവരുമായിട്ട് സമീപിച്ച് ഡിസ്കൗണ്ട് വാങ്ങിച്ച ആളുകളുടെ ഡോക്ടർമാരുടെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ, നിങ്ങൾ വാസ്തവത്തിൽ ഇറ്റ്സ് യുവർ പ്രോഗ്രാം. എനിക്കത് വലിയ വിഷമമുള്ളത് ഡോക്ടർമാരുടെ പ്രോഗ്രാമിൻ്റെ എൻ്റെ ഇത് കയറി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാനത് പ്രതീക്ഷയല്ല, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല എല്ലാവരും തന്നെ ഇവിടുത്തെ ഈ പ്രവർത്തനം കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ ഇതാണ്. എന്നോട് സഹകരിച്ച, സംഘടനയോട് സഹകരിച്ച നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഈ പരിപാടി അതിൽ മുടങ്ങിപ്പോകുന്നതിലുള്ളൊരു വിഷമമുണ്ട്. എൻ്റെ നിരവധി സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ചടങ്ങ് ആയതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ 47-49 കൊല്ലമുള്ളൊക്കെ എൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഖാക്കൾ ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്തുക്കളൊക്കെ, മാധ്യമപ്രവർത്തകർ, മറ്റ് സംഘടനാ പ്രവർത്തകർ, എന്നോടൊപ്പം ഈ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുന്ന സിദ്ദീഖും ഷമീറും ഒക്കെ നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ എല്ലാവരും ഉള്ളൊരു വേദിയിൽ വെച്ചതായുള്ള വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും അത് ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഏതായാലും പ്രതീക്ഷിക്കാതെയാണെങ്കിലും ഒരല്പം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇങ്ങനെയാണെന്നുള്ള സാധിച്ചില്ല. വലിയ മനസ്സിന് തട്ടുന്ന രീതിയിലുള്ള ഒരിതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജമാലിന് സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും വലിയ സന്തോഷം. ഇതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇതുവരെ നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരോടും വലിയ സന്തോഷം, നന്ദി. ഡോക്ടർമാരോട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വലിയ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഓരോരുത്തരോടും ഞാൻ ഈ വിഷയം പറയുമ്പം, അവരുടെ സെലക്ട് ചെയ്ത വിഷയം പറയുമ്പോൾ അവരത് വളരെ വിനയപൂർവ്വം ഞങ്ങളതിന് അർഹരല്ല എന്ന രീതിയിലാണ് അത് ആക്സെപ്റ്റ് ചെയ്തത്. ഞങ്ങൾ ഇതിനേക്കാളൊക്കെ ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയല്ല ഞങ്ങളുടെ പ്രവർത്തനം എന്ന് ഡോക്ടർമാർ നഴ്സ് പറഞ്ഞു. നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്സ് യു സേഴ്സ് ആൻഡ് മാഡംസ്. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതുപോലുള്ളൊരു വേദി കാണില്ല എന്ന വിശ്വാസത്തോടെ താങ്ക് യു. Thank you so much, Jabarika. You will truly be missed in Oman. On behalf of Malayalam Communications, Kairali Oman, and the Indian expat community here, we give you a big salute. Now may I request Mr. V.K. Ashraf, Director of Malayalam Communications, to kindly propose the vote of thanks. Sir, please. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സാർത്ഥകമായ ഒരു ദൗത്യമാണ് ഇവിടെ പൂർത്തിയാവുന്നത്. മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങളുടെ നമുക്ക് അഭിമാനമായി മാറിയ ഒമാനിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഈ വേദിയിൽ ആദരിക്കപ്പെട്ടത്. പ്രവാസി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണിത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് ഉദാത്തമായ സേവനം നൽകി സമൂഹത്തെ കാത്തുരക്ഷിച്ചവരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് കാലം
കഴിഞ്ഞുവെന്ന് നാം ആശ്വസിക്കുന്നത് തന്നെ അവർ നൽകിയ ആത്മവിശ്വാസം കൊണ്ടാണ്. ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന കേരളത്തിനായി രാജ്യസഭയിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന എം പിയും കൈരളി TV MD-യുമായ ശ്രീ ജോൺ ബിട്ടാസിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാം അടുത്ത സുഹൃത്തും ഗൾഫാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ഡോക്ടർ മുഹമ്മദ് അലിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ജൂറി ചെയർമാൻ ഡോക്ടർ ആരിഫ് അലിക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നോർക്ക വെൽഫെയർ ബോർഡ് ഡയറക്ടറും കൈരളി TV കോർഡിനേറ്ററുമായ PM ജാബിറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ബദൽ സമ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് MD ശ്രീ അബ്ദുൽ ലത്തീഫ് ഉപ്പളയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും കൈരളിയുടെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ കൈരളി TV ഹെൽത്ത് പ്രൊഫഷണൽസ് അവാർഡ് ദാന ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ പരിപാടി ഇത്രയും വിജയകരമാക്കിയ എല്ലാവർക്കും കൈരളി TVയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Once again, thank you to our distinguished dignitaries, to the award recipients and their families, our esteemed sponsors, everyone who's worked on stage, backstage, and behind the scenes for days on end, and to our wonderful audience for making this event a grand success. I hope you have a lovely evening. Thank you. Nandi Namaskaram.